بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. വളരെ ആദരണീയരും സ്നേഹനിധികളുമായിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, ആദർശ ബന്ധുക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങൾക്കും അധാർമികക്കുമെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തി വരുന്ന കാമ്പയിനിൻ്റെ ഭാഗമായി നടന്നുവരുന്ന ജില്ലാ സമ്മേളനം, മലപ്പുറം വെസ്റ്റ് സമ്മേളനം, അതിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ജില്ലാ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മുടെ അടിസ്ഥാന ആദർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ ക്ലാസ് നടത്തപ്പെടേണ്ടത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൻ്റെ പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട അതിശ്രേഷ്ഠമായ ഉന്നതമായ ഈ കലിമത്തിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ അറിവിൻ്റെയും കഴിവിൻ്റെയും അതോടൊപ്പം സമയത്തിൻ്റെയും പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എൻ്റെ സഹോദരങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുഴുവൻ നമ്മുടെ ആളുകളുടെയും മാനസികമായ സഹകരണം അതിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംരംഭം വിജയിപ്പിച്ചു തരേണ്ടത് അല്ലാഹുവാണ്. വബില്ലാഹി തൗഫീഖ്. സഹോദരങ്ങളെ, മനുഷ്യൻ എത്ര തന്നെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ ചില വിഷയങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ തികച്ചും നിസ്സഹായനാണ്. അവൻ്റെ ദുർബലമായ കരങ്ങൾക്കും കരുത്ത് എന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ മനസ്സിനും
താങ്ങാൻ കഴിയാത്ത, വഹിക്കാൻ കഴിയാത്ത ചില പ്രയാസകരമായ അനുഭവങ്ങൾ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. തന്നെക്കൊണ്ടോ തൻ്റെ സഹജീവികളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയാത്ത അതിദയനീയമായ പരാജയം സമ്മതിച്ചു കൊടുക്കേണ്ട അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്നൊരു സംഗതിയുണ്ട്. എന്നെ നേരിട്ടിട്ടുള്ള, ബാധിച്ചിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ വിഷമവൃത്തത്തിൽ നിന്ന് നിസ്സഹായമായ എൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കി എന്നെ രക്ഷപ്പെടുത്തുവാൻ, എൻ്റെ ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ, ഈ സന്ദർഭം മനസ്സിലാക്കി എന്നെ ഒന്ന് എനിക്കൊരു താങ്ങായി തണലായി നിൽക്കുവാൻ ആരാണുള്ളത് എന്ന് സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകും. അവൻ്റെ ഹൃദയം കൊണ്ട് ഇതിനു സഹായകമായിട്ടുള്ള ശക്തിയെ അവൻ പരതും അന്വേഷിക്കും. അങ്ങനെ തനിക്ക് താങ്ങാൻ കഴിയാത്ത, താൻ തികച്ചും ദുർബലനാണ് എന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്ന തിക്തമായിട്ടുള്ള ആ പ്രയാസകരമായ ഘട്ടത്തിൽ ആ പ്രശ്നപരിഹാരത്തിനു വേണ്ടി താൻ തേടി പരതി ചെന്നെത്തുന്ന ശക്തിയും കേന്ദ്രവും പ്രതീകവും ഏതാണോ അതിനാണ് അറബി ഭാഷയിൽ ഇലാഹ് എന്ന് പറയുക. അടിമകളായ നമ്മൾ ഭയപ്പെടുകയും പരിഭ്രാന്തിയിലാവുകയും അങ്ങേ അറ്റത്തെ മനക്ലേശം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു കേന്ദ്രത്തിലേക്ക്, ഏതൊരു ശക്തിയിലേക്ക് നമ്മുടെ ഈ കഴിവുകേടിനെ നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നുവോ അതിനാണ് ഇലാഹ് എന്ന് പറയുക. എന്നാൽ അള്ളാഹുവും അതേപോലെ തന്നെ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ അത്തരം മറ്റൊരു കേന്ദ്രവും ഒരു ഇലാഹും ഇല്ല എന്നതാണ്. ആശയം വളരെ ലളിതമാണ്. സൃഷ്ടികളായ നമ്മുടെ കഴിവുകേടുകൾ സമർപ്പിക്കുവാനും അത് ഏറ്റെടുക്കുവാനും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാനും നമുക്ക് ആകെ തേടി എത്താനുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹു മാത്രമാണ്. മറ്റൊരു വ്യക്തിയും ശക്തിയും കേന്ദ്രവും ഇല്ലേ എന്ന ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇസ്ലാം മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല. അള്ളാഹു അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള അഭയ കേന്ദ്രങ്ങളില്ല. അള്ളാഹു അല്ലാതെ മൽജഉം മൻജഉമില്ല. അള്ളാഹുവാണ് ആ വിഷയത്തിൽ നമ്മുടെ മുഅത്തമദ്. അള്ളാഹുവാണ് മുതവക്കലുൻ അലൈഹി. അടിമയുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും സമർപ്പിക്കുവാനും അത് ഏറ്റെടുക്കുവാനും അതിന് പരിഹാരം നൽകുവാനും കഴിവുള്ളവൻ അവൻ മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. മറ്റൊരു ശക്തിയും ഇല്ല എന്ന അതിശക്തവും തീവ്രവുമായിട്ടുള്ള, സംശയത്തിനിടമില്ലാത്ത വിധം തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നത്. നാം അതിനർത്ഥം പഠിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല.
എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വരാൻ കാരണം? ഒരു അടിമ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവന്റെ നിസ്സഹായമായ അവസ്ഥയിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കീർണമായ പ്രശ്നത്തിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടി ആ അടിമയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉത്കടമായ വികാരത്തോടെ നൊമ്പരപ്പെട്ടുകൊണ്ട് വരുന്ന അവന്റെ പ്രാർത്ഥന എന്ന വൈകാരികത അത് എവിടെ സമർപ്പിക്കുന്നുവോ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ആരാധനക്കർഹൻ, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് പറഞ്ഞു. കാരണം എല്ലാ ആരാധനയുടെയും മജ്ജയും എല്ലാ ആരാധനയുടെയും ആത്മാവ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളാത്തതൊന്നും ആരാധനയല്ല. ആരാധനയാകണമെങ്കിൽ അതിൽ പ്രാർത്ഥന അന്തർലീന ഭാവം ഉണ്ടാവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് പറഞ്ഞത്. എന്താണ് അവിടെ ഉദ്ദേശിച്ച ആരാധന? ഈ തേട്ടമാണ്, ഈ അന്വേഷണമാണ്, ഈ സമർപ്പണമാണ്, ഈ തവക്കുലാണ്, ഈ ചാരിവെക്കലാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ആ സന്ദർഭത്തിൽ അടിമ ചെയ്യുന്നത് പ്രാർത്ഥിക്കലാണ്, യാചിക്കലാണ്, തേട്ടമാണ് ആ മഹാശക്തിയോട്, അജയ്യനായവനോട്. അതുകൊണ്ടാണ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറഞ്ഞത്. കാരണം ഈ സന്ദർഭത്തിൽ അവൻ ചെയ്യുന്നത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട് ആ ആശയമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആശയത്തിന് വിരുദ്ധമാകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള പ്രയാസകരമായ പ്രതിസന്ധിപരമായിട്ടുള്ള ഘട്ടങ്ങളിൽ നമ്മൾ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയെയോ വ്യക്തിയെയോ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ അവയുടെ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മുടെ ഈ പ്രശ്നം നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ ശക്തിയോ വ്യക്തിയോ കേന്ദ്രമോ ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ സമർപ്പണവും പ്രാർത്ഥനയും ആകാം എന്ന ഒരു തെറ്റായ ധാരണ പരത്തുക വഴി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായ ആശയത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അകന്നുപോയിരിക്കുകയാണ്. സഹോദരന്മാരും സഹോദരികളും, നമ്മൾ പഠിച്ചിട്ടുള്ള ആശയമാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിന് പുറമെ അവൻ്റെ അടിമകൾ അവൻ്റെ ആവശ്യ നിവൃത്തിക്ക് വേണ്ടി സമർപ്പിക്കുന്ന കേന്ദ്രങ്ങളെ സംബന്ധിച്ച് അവ ഇലാഹല്ല എന്നാണ് വിശ്വാസമെങ്കിൽ അവൻ്റെ പ്രാർത്ഥനകളും നൊമ്പരങ്ങളും സങ്കടപ്പെടലുകളും അവൻ്റെ തവക്കലുകളും എഴുത്തിമാതുമെല്ലാം ആ ശക്തിയോടും വ്യക്തിയോടും കേന്ദ്രത്തോടും ആകുന്നതുകൊണ്ട് വിരോധമില്ല എന്ന തെറ്റായ ഒരു പ്രചാരണത്തിലൂടെ ഇവിടെ സംഭവിക്കുന്നത് അല്ലാഹു അല്ലാത്ത കേന്ദ്രങ്ങളും വ്യക്തികളും ശക്തികളും ആരാധിക്കപ്പെടുകയാണ്, പ്രാർത്ഥിക്കപ്പെടുകയാണ്, തവക്കുൽ ചെയ്യപ്പെടുകയാണ്, ഇസ്തിആനത്തും ഇസ്തിഗാസയും നടത്തപ്പെടുകയാണ്, സർവോപരി ദുആ ചെയ്യപ്പെടുകയാണ്. ന്യായീകരണം, അവ ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സമർപ്പിച്ചെങ്കിൽ മാത്രമേ, ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തെങ്കിൽ മാത്രമേ, ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കണമേ എന്ന് അപേക്ഷിച്ചെങ്കിൽ മാത്രമേ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാകുന്നുള്ളൂ എന്ന തെറ്റായ പ്രചാരണത്തിലൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഇവിടെ സംഭവിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ശിർക്കൻ വിശ്വാസമാണ്. എന്നാൽ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും വ്യക്തിയെയോ കേന്ദ്രത്തെയോ ശക്തിയെയോ നമ്മൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാപിക്കപ്പെടുന്ന വസ്തു, ശക്തി, വ്യക്തി, കേന്ദ്രം ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് അവർക്ക് സമർപ്പിക്കപ്പെടുന്ന ഇബാദത്തും പ്രാർത്ഥനയുമാകും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാകും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശദീകരിക്കുകയാണ്, അജ്മഅ കുല്ലുൽ അംബിയാഇ അലൈഹിമുസ് സ്വലാത്തു വസ്സലാം അലാ അന്ന ഇബാദത ഗൈരില്ലാഹി തആല കുഫ്റുൻ സവാഉൻ ഇഅ്തഖദ ഫീ ദാലിക്കൽ ഗൈരി കൗനുഹു ഇലാഹൻ ലിൽ ആലം അവ ഇഅ്തഖദു ഫീഹി അന്ന ഇബാദതുഹു തുഖർരിബുഹും ഇലല്ലാഹ്. വളരെ ശ്രദ്ധിക്കുക. അജ്മഅ കുല്ലുൽ അംബിയാഇ അലൈഹിമുസ് സ്വലാത്തു വസ്സലാം, അല്ലാഹു തആല നിയോഗിച്ചയച്ച ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരുടെ ഏകാഭിപ്രായമുണ്ട്. പ്രവാചകന്മാരെല്ലാം
ഇജ്മാ ആയി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഏത് വിഷയത്തിലാണ് അവരുടെ ഏകീകരണം, ഏത് വിഷയത്തിലാണ് പ്രവാചകന്മാർ ഐക്യപ്പെട്ടിട്ടുള്ളത്? അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല കുഫ്റുൻ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ കുഫറാണ്, അല്ലെങ്കിൽ ഷിർക്കാണ്, ബഹുദൈവ ആരാധനയാണ്, ദൈവനിഷേധമാണ് എന്ന കാര്യത്തിൽ പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ട്. പണ്ഡിതന്മാരുടെ ഇജ്മാ അല്ല, മുജ്തഹിദുകളുടെയും മുജാഹിദുകളുടെയും ഇജ്മാ അല്ല. അള്ളാഹുവിനാൽ നിയോഗിക്തരായ വിശിഷ്ടരായ മഅസൂമുകളായ പ്രവാചകന്മാരുടെ ഇജ്മാ. അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല ശിർക്കുൻ അലൈ കുഫറുൻ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഇബാദത്ത് കുഫറാണ്, സത്യനിഷേധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടക വിരുദ്ധമാണ്. എന്നിട്ട് പറയുന്നത് നോക്കൂ, സവാഉൻ ഇഅ്തഖദ ഫീ ദാലിക്കൽ ഗൈരി കൗനഹു ഇലാഹൻ ലിൽ ആലമീൻ. അല്ലാഹുവിന് പുറമെ ഈ ആരാധനകളും ഇബാദത്തുകളും സമർപ്പിക്കപ്പെടുന്ന വ്യക്തിയെയോ ശക്തിയെയോ കേന്ദ്രത്തെയോ പ്രതീകത്തെയോ സംബന്ധിച്ച് അയാളുടെ വിശ്വാസം ആ വസ്തുവോ ശക്തിയോ ഈ പ്രപഞ്ചത്തിന്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും കുഫറാണ്. അവ്യഅ്തഖദു ഫീഹി, അല്ലെങ്കിൽ ആ വ്യക്തിയെയോ ശക്തിയെയോ പറ്റി ഇവർ വിശ്വസിക്കുന്നത് അന്ന ഇബാദത്തുഹു തുഖർരിബുഹും ഇലല്ലാഹ്, ആ വ്യക്തിയെയോ ശക്തിയെയോ ആരാധിച്ചാൽ ആ വ്യക്തികളോ ശക്തികളോ കേന്ദ്രങ്ങളോ ഈ ആരാധിച്ചവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നേ വിശ്വാസമുള്ളൂവെങ്കിലും അതും കുഫറാണ്, അതും ഷിർക്കാണ് എന്നതിന് പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകന്മാരുടെ ഇജ്മാ. ഉമ്മത്തിന്റെ ഇജ്മാഇനെ നിഷേധിച്ചവൻ കാഫിറാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇനെ തന്നെ നിഷേധിച്ചവൻ കാഫിറാണ് എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ആ സന്ദർഭത്തിൽ ഇവിടെ പറയുന്നത് പ്രവാചകന്മാരുടെ ഇജ്മാ ആണ്. പ്രവാചകന്മാരുടെ ഇജ്മാ എന്താണ്? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അത് തനിച്ച ശിർക്കും കുഫറുമാണ്. ആ അല്ലാഹു അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ശക്തികളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഇലാഹാണ് അവരെന്ന് വിശ്വസിച്ചാലും ഷിർക്കാണ്. അല്ല, അവർ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് അവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഇടയിലുള്ള മധ്യവർത്തികളും ഇടയാളന്മാരും മാത്രമാണ് എന്ന് വിശ്വസിച്ചാലും ഷിർക്കാകുമെന്ന് പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ടെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരായ മുജാഹിദ് പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, ഇലാഹാണെന്ന വിശ്വാസമുണ്ടെങ്കിലേ ഷിർക്കാവൂ എന്നതിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എതിരാണ്. ഇലാഹാകണം എന്ന് വിശ്വസിക്കണമെന്നില്ല. അവർക്ക് ഇബാദത്ത് ചെയ്താൽ, അവരോട് പ്രാർത്ഥിച്ചാൽ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ, ആ വിധത്തിൽ നമ്മുടെ തവക്കുൽ അവരിൽ അർപ്പിച്ചാൽ അതിലൂടെ അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ അവനിലേക്ക് എത്തിച്ച് വാങ്ങിത്തരും, അതിനുള്ള ഇടയാളന്മാരും മധ്യവർത്തികളുമാണ് ഇവർ എന്ന് വിശ്വസിച്ചാലും അത് ഷിർക്കും കുഫറുമാകും എന്നതിന് പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ടെന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അപ്പോൾ ഇലാഹാകണം, ഇലാഹാണെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഷിർക്കാവൂ എന്നത് ശരിയല്ല. അപ്പോൾ രണ്ടാമത്തെ വിഷയം ഈ മധ്യവർത്തികളെയും ഇടയാളന്മാരെയും ആക്കിക്കൊണ്ടുള്ള സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, ഞാൻ ഒന്നുകൂടി പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരും അതിശക്തമായി എതിർത്തിട്ടുള്ള ഷിർക്കിന്റെ ഇനത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കുന്നത് മാത്രമല്ല, അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിൽ ശുഫആഇനെ നിശ്ചയിക്കുന്നതും, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിൽ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഔലിയാക്കളെ സ്വീകരിക്കുന്നതും അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കുന്നതിന് പോലെ തന്നെ അതിശക്തമായി എതിർത്തിട്ടുള്ള ഷിർക്കിന്റെ നൗഇൽ, ഷിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് വളരെ സാന്ദർഭികമായി ഞാൻ എൻ്റെ സഹോദരിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താണ് പറഞ്ഞത്? നൂഹ് നബി മുതൽ മുഹമ്മദ് വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന് പുറമെയുള്ള ഇലാഹുകളെ എതിർത്തതുപോലെ അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കി സങ്കല്പിക്കുന്നതിന് അതിശക്തമായിട്ട് എതിർത്തതുപോലെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിൽ ശുപാർശകരെ വെച്ചിട്ടുള്ള സമ്പ്രദായത്തെയും എതിർത്തിട്ടുണ്ട്. അള്ളാഹുവിന് പുറമെ മറ്റ് ഔലിയാക്കളെയും സഹായികളെയും സ്വീകരിക്കുന്നതിനെയും ഇലാഹിനെ എതിർത്തതുപോലെ തന്നെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇലാഹാണെന്ന് വിശ്വാസമില്ല, കേവലം ശുഫആ ആണെന്ന് വിശ്വസിച്ചാലും, ഇലാഹാണെന്ന് വിശ്വാസമില്ല, കേവലം ഔലിയാക്കളാണെന്ന് പറഞ്ഞാലും
അംഗീകരിക്കപ്പെടുന്ന പ്രശ്നമില്ല. അതും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ്. വിശുദ്ധ ഖുർആൻ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയാം, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുകയാണ്, അവർ ആരാധിക്കുകയാണ്, പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയാണ്. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കൾക്ക്, ശക്തികൾക്ക്, വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അവയുടെ പ്രതീകങ്ങൾക്ക്. എന്നിട്ട് അവരുടെ വാദം, ആ സന്ദർഭത്തിൽ അവരുടെ വാദം അവ ഇലാഹാണ് എന്നല്ല വാദം. നേരെ മറിച്ച് അവരുടെ വാദം ഹാഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ അല്ലാഹുവിന്റെ പുറമെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ സങ്കടപ്പെടുന്ന, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ സമർപ്പിക്കുന്ന ഈ മഹാന്മാരെ പറ്റിയുള്ള ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ധാരണ കേവലം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇടപെട്ട് സംസാരിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ റബ്ബിൽ നിന്ന് നേടിത്തരുന്ന ഇടയാളന്മാർ മാത്രമാണ് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന അവരുടെ ന്യായത്തെയാണ് പ്രവാചകന്മാർ അതിശക്തമായിട്ട് എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനും അവൻ്റെ അടിമകൾക്കും ഇടയിൽ നിരുപാധികമായ അത്തരത്തിലുള്ള ശുഫാക്കളുണ്ട് എന്ന് വാദിക്കുന്നത് അള്ളാഹുവിൻ്റെ പുറമെ ഇലാഹുണ്ട് എന്ന് വാദിക്കുന്നതിന് സമമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ല. അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ നിരവധികമായ ശുഫാക്കളില്ല. വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. വിശുദ്ധ ഖുർആൻ അലാ, ഇവിടെ ശ്രദ്ധിക്കുക, അറിയുക, ഓർമ്മിച്ചിരിക്കുക, കരുതിയിരിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് സമ്പൂർണമായ സമർപ്പണം. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, വിചാരവികാരങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുവാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ സമർപ്പണം. ഹൃദയത്തിൻ്റെ നൊമ്പര വിചാരവികാരങ്ങൾ അതിൻ്റെ സകലമാന രഹസ്യഭാവങ്ങളോടുകൂടി ഏതൊരു ശക്തിയുടെയും വ്യക്തിയുടെയും മുമ്പിൽ നമ്മൾ ഹൃദയത്തിൻ്റെ വിചാരവികാരങ്ങൾ, രഹസ്യഭാവങ്ങൾ സമർപ്പിക്കുന്നുവോ അതാണ് അവിടെ പറഞ്ഞ അദ്ദീൻ, ആ അദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ സമർപ്പണത്തിൻ്റെ, ഒന്നുകൂടി പറഞ്ഞാൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ അവകാശി, അതിനവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന അതേ ഗൗരവത്തിലും ശൈലിയിലും അള്ളാഹു തആല പറയുകയാണ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ തങ്ങളെ സഹായിക്കുമെന്ന് കരുതി അങ്ങനെയുള്ള സഹായികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ. അവരുടെ ന്യായം, അവർ പറയുന്നത്, അവർ വിശ്വസിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവർ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവർ ചതിയിലും വഞ്ചനയിലും അകപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹുവിന് പുറമെയുള്ള ഈ ഔലിയാക്കൾക്കോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ സങ്കടപ്പെടുന്നത്, ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഞങ്ങൾ അർപ്പിക്കുന്നത് ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. സ്വയം പര്യാപ്തതയോ സ്വയം കഴിവോ സ്വമതീയത്തോ ഇവർക്ക് ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല. ഞങ്ങളുടെ അപേക്ഷ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ വിശ്വാസത്തിൽ കേവലം ഇവർ ഞങ്ങളുടെ ആരാധനകളുടെയും ഞങ്ങളുടെ താല്പര്യങ്ങളെയും അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന, അടുപ്പിക്കുന്ന, അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു വാങ്ങിത്തരുന്ന, അള്ളാഹുവിൻ്റെയും ഞങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തികളും ഇടയാളന്മാരും മാത്രമാണ്. അതിനാണ് ഞങ്ങൾ ഈ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന എല്ലാ കാലഘട്ടത്തിലെയും ബഹുദൈവ ആരാധകരുടെ മുശ്രിക്കുകളുടെ വാദത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അതും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ നമ്മെ സഹായിക്കുവാൻ,
അള്ളാഹുവിലേക്ക് നമ്മളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും എത്തിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങൾ റബ്ബിൽ നിന്ന് മേടിച്ചു തരുവാൻ, വാങ്ങിത്തരുവാൻ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ മറ്റു നമുക്ക് സഹായികളോ മധ്യവർത്തികളോ ഇല്ല എന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിൽ വരികയാണ്. ഈ രണ്ട് ആയത്തുമായി ബന്ധപ്പെട്ട അനേകം ആയത്തുകൾ അതേ ആശയത്തിൽ വിശുദ്ധ ഖുർആനിലുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിന് പുറമേ നമ്മൾ പ്രാർത്ഥിക്കുകയോ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്യുന്ന ശക്തിയെയോ വ്യക്തിയെയോ കേന്ദ്രത്തെയോ സംബന്ധിച്ച് അത് ഇലാഹാണെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അപകടകരമാവുകയുള്ളൂ എന്നത് തെറ്റായ ന്യായമാണ്, തെറ്റായ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. ശുഫഅ ആണെന്ന് വിശ്വസിച്ചാലും ഔലിയ ആണെന്ന് വിശ്വസിച്ചാലും അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യും, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും എന്ന വിശ്വാസത്തോടെ ഇനി ശുഫആവും ഔലിയാവുമല്ലാത്ത മറ്റെന്ത് പേര് വെച്ചാലും വിശ്വാസം ഇതാണെങ്കിൽ, ചിന്താഗതി ഇതാണെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഇലാഹാകണം, ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ഇബാദത്തിലും അള്ളാഹുവിൻ്റെ ദാത്തിലും പലതരത്തിലുള്ള ശിർക്കുണ്ട്, പങ്കുചേർക്കലുണ്ട്. എങ്ങനെയാണ് ഈ വസ്തുക്കൾ ഇലാഹായി മാറുന്നത്? എന്തുകൊണ്ടാണ് അവയെപ്പറ്റി ഇലാഹ് എന്ന് അല്ലാഹു തആല പറയുന്നത്? അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട നൊമ്പരപ്പെട്ട പ്രാർത്ഥനയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തേണ്ട നേർച്ച വഴിപാടുകളാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു പറയേണ്ട കഴിവുകേടും നിസ്സഹായതയുമാണ് ഈ മഹാന്മാരായ ആളുകളുടെ മുമ്പിൽ അവർ സമർപ്പിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ അപേക്ഷകൾ ഇവർ ഉദ്ദേശിക്കുന്ന, ഇവർ പറയുന്ന, പേരെടുത്ത് പറയുന്ന ലാത്തയുടെയോ ഉസ്സയുടെയോ മനാത്തിൻ്റെയോ ഹുബിലിൻ്റെയോ വദ്ദിൻ്റെയോ സുവാഇൻ്റെയോ യഊസിൻ്റെയോ യഊഖിൻ്റെയോ നസ്റിൻ്റെയോ മുമ്പിലല്ല ഇവർ സങ്കടം പറയുന്നതെങ്കിൽ പിന്നെ അത് പറയുന്നത് നേരിട്ട് അള്ളാഹുവോടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട സങ്കടമാണ് വദ്ദിൻ്റെയും സുവാഇൻ്റെയും യഊസിൻ്റെയും യഊഖിൻ്റെയും നസ്റിൻ്റെയും അരികിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട പ്രാർത്ഥനയാണ്, നൊമ്പരമാണ് ലാത്തയോടും ഉസ്സയോടും മനാത്തിനോടും ഹുബിലിനോടും അവർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോട് പറഞ്ഞ് നേടിക്കിട്ടേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഈസാ നബിയോടും കന്യകാമറിയത്തോടും അവർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോട് പറഞ്ഞ് അവർക്ക് ലഭിക്കേണ്ടുന്ന അവരുടെ ആഗ്രഹ സഫലീകരണമാണ്, മനസ്സിൻ്റെ നൊമ്പരമാണ് അവർ മുഹീദ്ദീൻ ശൈഖിനോടും റിഫായി ശൈഖിനോടും മറ്റ് മഹാന്മാരോടും ബദരീങ്ങളോടും അവർ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ശിർക്ക്. അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട ഹൃദയത്തിൻ്റെ നൊമ്പരപ്പെട്ട പ്രാർത്ഥനയും അർത്ഥനയും അതേപോലെ തന്നെ അർച്ചനയും നേർച്ച വഴിപാടുകളും അള്ളാഹുവിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട അതേ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇടയിലുള്ള മധ്യവർത്തികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് കൊണ്ട് അത് അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ പങ്കുചേർക്കലാണ്. കാരണം ആ വസ്തുക്കളുടെ മുമ്പിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് കൊടുക്കാൻ പോകുന്നത് അള്ളാഹുവിൽ കൊടുക്കേണ്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ഇബാദത്തിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൻ്റെ ദാത്തിൽ പങ്കുചേർക്കലല്ല, അള്ളാഹുവിൻ്റെ സിഫാത്തിലും അസ്മായിലും പങ്കുചേർക്കലല്ല, പക്ഷേ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഇബാദത്തിൽ പങ്കുചേർക്കലാണ്. അതും ഇസ്ലാമിൽ തെറ്റായ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം തന്നെ പ്രധാനമായിട്ടും അവിടെയാണ് ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കണം. നിസ്സാര കാര്യം മതി. ആളുകൾ വിചാരിച്ചിരിക്കുന്നത് സ്വമതിയെത്തുന്ന ആ വാക്കൊക്കെ ഇങ്ങനെ ഗാംഭീര്യത്തോടു കൂടി പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ, അഥവാ സ്വയംഭൂവാകാനും സ്വയം കഴിവുള്ളവനാകുവാനും സ്വയം പരമാധികാരമുള്ളവനാകുവാനും ഒക്കെ കഴിവുള്ള ശക്തിയുടെയോ വ്യക്തിയെയോ തേടുമ്പോൾ മാത്രമേ അത് അവർക്കുള്ള ഇബാദത്താവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, ഘനഗൗരവമായിട്ടത് പറയുമ്പോൾ നമ്മൾ അങ്കലാപ്പിലാവുകയാണ്, വിശ്വാസികൾ അങ്കലാപ്പിലാവുകയാണ്. വ്യക്തമായിട്ട് പറയാം, അങ്ങനെയല്ല. നോക്കൂ, നിങ്ങൾ ലോകത്ത് നിലവിലുണ്ടായിരുന്ന ശിർക്കുകൾ എങ്ങനെയാണ്? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഹിക്മതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലൈസ ഫിൽ ആലമി അഹദുൻ, ലോകത്താരും ഉണ്ടായിട്ടില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലില്ല, ഷുഐബ് നബിയുടെയോ സാലിഹ് നബിയുടെയോ ഇബ്രാഹിം നബിയുടെയോ കാലഘട്ടത്തിലില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുമില്ല. പ്രവാചകന്മാരൊന്നും വന്നിട്ടില്ലാത്ത ഏതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ അവിടെയുമില്ല. എവിടെയും ഇത്തരത്തിൽ പറയുന്ന സ്വഭാവക്കാരുണ്ടായിട്ടില്ല. ആര്? യുസ്ബിതു ലില്ലാഹി ശരീകൻ ഫിൽ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഹിക്മതി, അല്ലാഹുവിന്റെ അസ്തിത്വത്തിലും അഥവാ സ്വയംഭൂവാവുക എന്ന ആ വിഷയത്തിലും അള്ളാഹുവിൻ്റെ അറിവിലും
അവന്റെ ജ്ഞാനത്തിന്റെ പരിധിയില്ലാത്ത അവന്റെ ജ്ഞാനത്തിലും അള്ളാഹുവിനെ പോലെ തന്നെയാണ് ഇന്ന ശക്തിയെന്നോ ഇന്ന മഹാനെന്നോ ഇന്ന വ്യക്തിയെന്നോ വാദിച്ച് ശിർക്ക് ചെയ്തിട്ടുള്ള ഒരൊറ്റ മനുഷ്യൻ വഹാദാമിമാലം യൂജദ് ഇലല്ലാൻ ഇന്ന് വരെ അത്തരക്കാരായ ശിർക്ക് ചെയ്ത ആളുകളെ കണ്ടെത്താൻ കഴിയില്ല. ലാത്തയെ പറ്റിയോ ഉസ്സയെ പറ്റിയോ മനാത്തിനെ പറ്റിയോ വദ്ദിനെ പറ്റിയോ സുവാഇനെ പറ്റിയോ യഹൂദിനെ പറ്റിയോ ഉസൈറിനെ പറ്റിയോ ഈസാ നബിയെ പറ്റിയോ മറിയം ബീവിയെ പറ്റിയോ വഹീദി ശേഖിനെ പറ്റിയോ റിഫായി ശേഖിനെ പറ്റിയോ ബദരീങ്ങളെ പറ്റിയോ മുഹമ്മദ് നബിയെ പറ്റിയോ തന്നെയോമോ അവരാരും അള്ളാഹുവിനെ പോലെ സ്വയം അസ്തിത്വമുള്ളവരും സ്വതന്ത്രമായ കഴിവുള്ളവരും എല്ലാ ശക്തിയുള്ളവരും എല്ലാ വിജ്ഞാനവും അറിവും ഒക്കെ സമ്പൂർണമായ ആളുകളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്തത് ലോകത്ത് സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ശിർക്കുണ്ടായത്? എത്ര ലാഘവത്തോടു കൂടിയാണ് അത് കയറി വന്നത്? എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വിശ്വാസം ഉണ്ടായത്? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയാണ്, അത് സംഭവിച്ചത് ഇങ്ങനെയാണ്. ഇദാ മാത്ത മിൻഹും റജുലുൻ കബീറുൻ യഅ്തഖിദൂന ഫീഹി അന്നഹു മുജാബു ദഅവതി വമഖബൂലു ശഫാഅതി ഇത്തഖദു അലാ സൂറതി ഹസ്നാമൻ സുമ്മ യഅബ്ദൂനഹു. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എങ്ങനെയാണ് ശിർക്കുണ്ടായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വിശ്വാസം അഥവാ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രവാചകന്മാരെല്ലാം എതിർത്ത ശിർക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അള്ളാഹുവിനെ പോലെ തന്നെ മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല, അള്ളാഹുവിനെ പോലെ സ്വയംഭുവാണെന്നോ സ്വയം പര്യാപ്തതയുള്ളവനാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല, സമതിയത്ത് അംഗീകരിച്ചത് കൊണ്ട് മാത്രമല്ല ശിർക്കുണ്ടായത്. നേരെ മറിച്ചു മത്ത മിൻഹും റജുലുൻ കബീറുൻ, ആ സമുദായത്തിലെ പ്രഗത്ഭനായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ സ്വാലിഹ് എന്ന് പറയുന്ന, വലി എന്ന് പറയുന്ന, സുദ്ദീഖ് എന്ന് പറയുന്ന, ഷഹീദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നബി എന്ന് പറയുന്ന, അവരാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭനമായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ യഅ്തഖിദൂന ഫീഹി, ആ വ്യക്തിയെ പറ്റി അവരുടെ വിശ്വാസം അന്നഹു മുജാബു ദഅവതി, അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവും. ആ വ്യക്തി, ആ മഹാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തള്ളപ്പെടാതെ തടയപ്പെടാതെ അതിന് സ്വീകാര്യതയുണ്ടാകും എന്നവർ വിശ്വസിക്കുന്ന മഹാനായ ഒരു വ്യക്തി മരിച്ചാൽ വമഖബൂലു ശഫാഅ, ആ വ്യക്തി ശഫാഅത്ത് ചെയ്താൽ, ശുപാർശ ചെയ്താൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ സർവാംഗീകാരമാണ് എന്നവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും മഹൽ വ്യക്തി മരണപ്പെട്ടു പോയാൽ ഇത്തഖദു അലാ സൂറത്തിഹി സ്വനമാ, ആ മഹൽ വ്യക്തിയുടെ, അത് പ്രവാചകനാകാം, വലിയാകാം, സുദ്ദീഖാകാം, ഷഹീദാകാം, സ്വാലിഹുകളാകാം, നല്ലവരായ ആളുകളുടെ രൂപത്തിൽ ഒരു വിഗ്രഹമുണ്ടാക്കുകയും ആ വിഗ്രഹത്തെ പിന്നീട് ആരാധിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ശിർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ശിർക്ക് വന്നു. അത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി. ആ വ്യക്തികളെ സംബന്ധിച്ച് അവർ ഒരിക്കലും സ്വമതിയത്ത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ആ വ്യക്തികൾ അള്ളാഹുവിനെ പോലെ തന്നെ എല്ലാ വിഷയത്തിലും അവനെപ്പോലെ പരിപൂർണമായും സമന്മാരാണെന്ന് വാദിച്ചിട്ടില്ല. അവർക്ക് ഇത്ര മാത്രമേ വാദമുണ്ടായിരുന്നുള്ളൂ. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല പ്രാർത്ഥന സ്വീകരിക്കും. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്താൽ ആ ശുപാർശ അള്ളാഹു തആല അംഗീകരിക്കും. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും തൽക്കാലം അവരോട് പറയാം. അവർ ചോദിച്ചാൽ അള്ളാഹു തട്ടുകയില്ലല്ലോ, അവർ ശുപാർശ ചെയ്താൽ അള്ളാഹു അംഗീകരിക്കാതിരിക്കുകയില്ലല്ലോ എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെയും അവരുടെയും ഇടയിൽ കേവലം മധ്യവർത്തികളായി വസായിത്ത് മാത്രമായി കണ്ടുകൊണ്ടാണ് ശിർക്കുണ്ടായത് എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോ സമദിയത്ത് അംഗീകരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ, ഇലാഹാണെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇലാഹു ആവുകയുള്ളൂ, ഷിർക്കാവുകയുള്ളൂ എന്ന ജൽപ്പനം സത്യവിരുദ്ധമാണ്. അത് ഷിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ്, എളുപ്പ വഴിയാണ്. ഇനി മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്നൊരു സംഗതി പറയാം. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ പ്രവാചകന്റെ അനുചരന്മാരിൽ കഴിഞ്ഞ വർഷമോ തൊട്ടടുത്ത മാസങ്ങളിലോ ആയി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള പൊതുവിശ്വാസികൾ എന്ന് നമുക്ക് പറയാവുന്ന മഹാനായ പ്രവാചകന്റെ സ്വഹാബിമാരിൽ ചിലർ റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയെ, ശത്രുക്കളുമായി യുദ്ധത്തിന് പോവുകയാണല്ലോ, യുദ്ധം ഒരു സംഘട്ടനമല്ല നബിയെ, അവിടെ വിജയിക്കുവാൻ ചില കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾ ഇല്ലാതെയും സഹായങ്ങൾ ലഭിക്കാം. പക്ഷേ യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതല്ലേ പ്രവാചകരെ? അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹുവിന്റെ റസൂലെ, മുശ്രിക്കുകളായ ശത്രുക്കളായ ആളുകൾക്ക് വാളുകൾ കൊളുത്തിയിട്ട് അതെടുത്ത് യുദ്ധം ചെയ്യുവാൻ, അതാ നമ്മുടെ നാട്ടിൽ പ്രത്യേകമായ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട് നബിയെ. ആ വൃക്ഷത്തിൻ്റെ മുള്ളിൽ വാള് കൊളുത്തി അല്ലെങ്കിൽ ആയുധങ്ങൾ കൊളുത്തിയിട്ട് അതെടുത്ത് യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്.
അത്തരത്തിലുള്ള വൃക്ഷങ്ങൾ മുശ്രിക്കുകളായ ആളുകൾക്കുണ്ട്. നമുക്കും അത്തരത്തിൽ തബറുക്കെടുക്കാൻ മാത്രം ഒരു വൃക്ഷം വേണമെന്ന് സഹാബികളിൽ ചിലർ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്. വളരെ വ്യക്തമാണ്, അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ അവരൊരിക്കലും ആവശ്യപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ സമദിയത്തും അവൻ്റെ സകല കഴിവുകളുമുള്ള എല്ലാ അർത്ഥത്തിലും ഹിക്മത്തിലും വുജൂദിലും ഖുദ്റത്തിലും ഇൽമിലും അള്ളാഹുവിനോട് സമന്മാരായ ഒരു ശക്തിയെ പ്രവാചകന്റെ അനുചരന്മാർ ആവശ്യപ്പെടുകയില്ല. നിരുപദ്രവം എന്നവർ കരുതിയിട്ടുള്ള കേവലം തബറുക്കെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം വാളുകളും ആയുധങ്ങളും കൊളുത്തിയിട്ടെടുക്കുന്നതിന് വേണ്ടി ബർക്കത്തിന്റെ ഒരു വൃക്ഷത്തെ ആവശ്യപ്പെട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂൽ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും മഹാൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്. ആ പ്രവാചകൻ അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, ഈ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവരുന്ന പഠിപ്പിക്കപ്പെടുന്ന ആദർശത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലുക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ മുൻഗാമിയായ മൂസ അലൈഹിസ്സലാമിനോട് തൻ്റെ അനുചരന്മാരായ ബനൂ ഇസ്രായേലുകൾ അവിടുത്തെ തീഹ് മരുഭൂമിയുടെ കാലതാമസത്തിനൊടക്ക് ആവശ്യപ്പെട്ടതുപോലെയുള്ള ആവശ്യമാണ്. അവരെന്താ ആവശ്യപ്പെട്ടത്? കമാ ഖാലത്ത് ബനൂ ഇസ്രായേൽ അലി മൂസ അലൈഹിസ്സലാം ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബി അലൈഹി സ്വലാമിനോട് ബനൂ ഇസ്രായേലുകൾ ആവശ്യപ്പെട്ടത്, അല്ലയോ മൂസ, ഈ ഫലസ്തീനിലെ അല്ലെങ്കിൽ ഈ തീഹ് മരുഭൂമിയിലെ നാട്ടുകാരായ ആളുകൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ കണ്ട് ആരാധിക്കാൻ, അതുപോലെയുള്ള ഒരു ഇലാഹിനെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു തരണം, താങ്കൾ നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതുപോലെയാണ് തബറുക്കെടുക്കുന്നതിന് വേണ്ടി ഒരു വൃക്ഷം വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം ബർക്കത്തെടുക്കൽ, ബർക്കത്ത് വിതരണം അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഗുരുത്വവും ഗുരുത്തക്കെടും അള്ളാഹുവിൽ നിന്നാണ് അർത്ഥം. ഇവിടെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഗുരുത്തക്കേട് വിതരണം ചെയ്യാൻ വേണ്ടിയിരിക്കുക. ഒരൊറ്റ മനുഷ്യൻ ഗുരുത്വം വിതരണം ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. സകല ആളും ഗുരുത്തക്കേട് വിതരണം ചെയ്യുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കണം, ഗുരുത്വവും ഗുരുത്തക്കേടും അള്ളാഹുവിൽ നിന്നല്ലാതെ സാധ്യമല്ല, പടച്ചവനിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് അവർ ഗുരുത്വമാണ് ആഗ്രഹിച്ചത്, തബറുക്കാണ് ആഗ്രഹിച്ചത്. തബറുക്ക് നൽകാൻ അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. 5 പ്രാവശ്യം ഒരു മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, അല്ലാഹുവേ ബാരിക്, നീ ബർക്കത്ത് നൽകണമേ, അലാ മുഹമ്മദിൻ, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ബർക്കത്ത് നൽകണമേ, കമാ ബാരക്ത, നീ ബർക്കത്ത് ചെയ്തതുപോലെ അലാ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവാണ് ബർക്കത്ത് നൽകിയത്, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് അള്ളാഹുവാണ് ബർക്കത്ത് നൽകിയത്. അതേ അള്ളാഹുവിനോട് സാധുക്കളായ പാവപ്പെട്ട അടിമകളായ നമ്മൾ ആവശ്യപ്പെടുകയാണ്, റബ്ബേ നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണമേ എന്ന്. അപ്പൊ ആരാ ബർക്കത്ത് നൽകുന്നവൻ? ആരാ ബർക്കത്ത് വിതരണം ചെയ്യുന്നവൻ? എവിടെ നിന്നാ തബറുക്കെടുക്കേണ്ടത്? എവിടെ നിന്നാണ് ബർക്കത്ത് തേടേണ്ടത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രപഞ്ചത്തിലെ പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള സകല വസ്തുക്കളുടെയും പരിപൂർണമായ നിയന്ത്രണവും പിടുത്തവും അധികാരവും ആരുടെ കയ്യിലാണോ അവനാണ് ബർക്കത്തുടയവൻ, അവനാണ് ബർക്കത്തിന്റെ വിതരണ കേന്ദ്രം. അവനിൽ നിന്നാണ് ബർക്കത്ത് തേടേണ്ടത്. അത് വൃക്ഷത്തിൽ നിന്ന് തേടിയാൽ, അത് ഭസ്മത്തിൽ നിന്ന് തേടിയാൽ, അത് മുടിയിൽ നിന്ന് തേടിയാൽ, അത് കൊടിയിൽ നിന്ന് തേടിയാൽ, അത് മറ്റേതെങ്കിലും വസ്തുവിൽ നിന്ന് തേടിയാൽ അള്ളാഹുവോട് പങ്കുചേർക്കലാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഇലാഹിനെ വേണമെന്നാവശ്യപ്പെട്ടതിന് സമമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ. ആശയം എന്താണ്? ഇലാഹാണെന്ന് വിശ്വസിച്ചെങ്കിലേ ശിർക്കാവൂ എന്നത് പരമാബദ്ധമാണ്. അത് ശിർക്ക് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു കുറുക്ക് വഴിയാണ്. ശരിയും തെറ്റും തമ്മിൽ കൂട്ടിക്കലർത്തി ആളുകളെ കൊണ്ട് അപകടപ്പെടുത്തുവാനുള്ള ഒരു പോംവഴിയാണ്. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഷിർക്കായി വരുന്നത്. അപ്പോൾ അത് ഷിർക്കായി, അതിനെ ഇലാഹിനോട് സമമാക്കിയത്. ഇനി നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകളുടെ മനസ്സൊന്ന് വായിച്ചാണ്. ആ മനസ്സിൽ മഹാനായ ഇമാം മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാക്ക് ആശയത്തിലേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ആശയം മനസ്സിലാകാൻ വളരെ നല്ലതാണ്. അദ്ദേഹം പറയാണ്, യാ ഗുലാം, അല്ലയോ കുട്ടി. കുട്ടി എന്ന് അദ്ദേഹം വിളിക്കുന്നത് സ്വന്തം മകനെയല്ല, ഇസ്ലാമിൻ്റെ ഓരോ മെമ്പറെയുമാണ്. ഇസ്ലാമിൻ്റെ മുസ്ലിം സമുദായത്തിലെ ഓരോ ആണിനെയും പെണ്ണിനെയും മുഹീദ്ദീൻ ശൈഖ് സ്നേഹത്തോടെ വിളിക്കുകയാണ്, യാ ഗുലാം
അല്ലയോ ഇസ്ലാമിന്റെ മോനെ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാർക്കശമുള്ള ആ ആശയത്തെ നിന്റെ നാവ് കൊണ്ട് പറയുക. നീ അത് ഉച്ചരിക്കുന്നുണ്ടല്ലോ, നീ നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, നീ നാവ് കൊണ്ട് അത് അനേക പ്രാവശ്യം ചൊല്ലുവാനും ഉരുവിടാനും താല്പര്യമുണ്ടല്ലോ, അതിൽ നീ അഭിമാനം കൊള്ളുന്നുവല്ലോ, അത് നിന്റെ ആവേശത്തിന്റെ ഒരു മുദ്രാവാക്യമായി മാറുന്നല്ലോ മോനെ. പക്ഷേ അതോടൊപ്പം വഫീ ഖൽബിക കം മിൻ ഇലാഹിൻ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ മനസ്സിൽ ഒരുപാട് ഇലാഹുകൾ ഉണ്ട് താനും. വഹീദ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, മനസ്സിൽ ഒരുപാട് ഇലാഹുണ്ട്. നിന്റെ ചുണ്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അതോടൊപ്പം നിന്റെ മനസ്സിൽ ഒരുപാട് ഇലാഹുകൾ. അങ്ങനെ ഉണ്ടാകുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉരുവിടുന്ന, ആത്മാഭിമാനത്തിന്റെ വചനമായി അത് സ്വീകരിച്ച, ആവേശപൂർവം ഈ അന്തരീക്ഷത്തെ മുഖരിതമാക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടുന്ന ആണിന്റെയും പെണ്ണിന്റെയും മുസ്ലിമായ സഹോദരന്റെയും സഹോദരിയുടെയും മനസ്സിൽ ആ ആശയത്തിന് ഘടകവിരുദ്ധമായ മനസ്സിൽ ഒരുപാട് ഇലാഹുകൾ സ്ഥാപിക്കാൻ കഴിയുമോ? മഹാനായ മുഹീദ് ശൈഖ് റഹ്മത്തുള്ളാഹി പറയുന്നു, കഴിയും. അത് നീ വിചാരിച്ചതുപോലെ അത്ര സങ്കീർണമായൊരു വിഷയമൊന്നുമല്ല. നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന് പുറമെ ഒരുപാട് ഇലാഹുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് വദ്ദിനെയോ സുവാഇനെയോ യഊത്തിനെയോ യഊഖിനെയോ നസ്റിനെയോ ഉദ്ദേശിച്ചല്ല, ലാത്തയെയോ ഉസ്സയെയോ മനാത്തിനെയോ ഹുബിലിനെയോ ഉദ്ദേശിച്ചല്ല, എന്തിനേറെ ഈസാ നബിയെയോ കന്യകാമറിയത്തെയോ പോലും ഉദ്ദേശിച്ചല്ല, ഉസൈറിനെയോ മറ്റാരെങ്കിലും ഉദ്ദേശിച്ചിട്ടല്ല, മറിച്ച് കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ഫഹുവ സനമുക. നല്ല ശ്രദ്ധിക്കണം, കുല്ലു ശൈഇൻ, എല്ലാ വസ്തുവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ പുറമെ ഇലാഹുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എല്ലാ വസ്തുക്കളെ പറ്റിയാണ്. നിന്റെ മനസ്സിലുള്ള ഏതൊരു വസ്തു ഉണ്ടോ ആ വസ്തുവിനെ പറ്റിയാണ്. എന്താണ് വസ്തുവിന്റെ പ്രത്യേകത? തഅ്തമിദു അലൈഹി, ആ വസ്തുവിലാണ്, ആ ശക്തിയിലാണ്, ആ വ്യക്തിയിലാണ്, ആ കേന്ദ്രത്തിലാണ്, ആ മക്കാമിലാണ്, ആ ദർഗയിലാണ്, ആ ജാറത്തിലാണ്, ആ പ്രതീകത്തിലാണ്, ആ നൂലിലും ഉറുക്കിലും ഏലസിലും ആണ് നീ നിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ, മനസ്സിന്റെ വിചാരങ്ങൾ, ആഗ്രഹ സഫലീകരണങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അഭ്യർത്ഥന നീ കൊണ്ടുപോയി വെക്കുന്നത് നിന്റെ കരങ്ങൾക്കും നിന്റെ മനസ്സിനും താങ്ങാൻ കഴിയാത്ത ആ പ്രയാസ പ്രതിസന്ധി നീ കൊണ്ടുപോയി ചാരി വെക്കുന്നത് മകനെ ഏതൊരു ശക്തിയിലാണോടാ, ഏതൊരു കേന്ദ്രത്തിലാണോടാ, ഏതൊരു വ്യക്തിയിലാണോടാ, ഏതെങ്കിലും ഒരു ദർഗയിലോ മക്കാമിലോ പ്രതീകത്തിലോ ആണോ? നിന്റെ ആ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ അവിടെ സമർപ്പിച്ചാൽ, ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ അതിനുത്തരം കിട്ടുമെന്ന് ഏതൊരു കേന്ദ്രത്തെപ്പറ്റി, ഏതൊരു വ്യക്തിത്വത്തെപ്പറ്റി, ഏതൊരു ശിആറിനെ പറ്റി നീ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുവോ, ഫഹുവ സനമുക, അതൊക്കെ നിന്റെ ഹൃദയത്തിലുള്ള വിഗ്രഹമാണ്, അല്ലാഹുവിന് പുറമെയുള്ള ഇലാഹുകളാണ്. ഇനി നമ്മൾ ആലോചിക്കുക, അങ്ങനെ എത്ര ഇലാഹുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സഹോദരന്റെയും സഹോദരിയുടെയും മനസ്സിൽ ഉണ്ട് എന്ന് മഹാനായ മുഹീദ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ആരോപണമാണോ? ആരോപണമല്ല. ഭസ്മം, എണ്ണ, വൃക്ഷം, കല്ല്, കൊടി, മുടി, അങ്ങനെ പലതും മനുഷ്യ ഹൃദയത്തിലുണ്ട്. അവന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ, അവന്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, അവന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ, അവന്റെ സ്വകാര്യ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന, സമർപ്പിക്കപ്പെടാവുന്ന അനേകം കേന്ദ്രങ്ങളുണ്ട് എന്ന് എല്ലാ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് മുഹീദ് ശൈഖ് പറയാണ്, വലാ യൻഫഉക ഈമാനുൽ ലിസാനി, നിന്റെ നാവ് കൊണ്ടുള്ള ഈ തൗഹീദിന്റെ പ്രഖ്യാപനം, നിന്റെ നാവ് കൊണ്ടുള്ള നിന്റെ ഈമാൻ നിനക്കൊരു ഉപകാരവും ചെയ്യൂല. മഅ ശിർക്കിൽ ഖൽബി, നിന്റെ ഹൃദയത്തിൽ ഇവ്വിധം ശിർക്കാണെങ്കിൽ, ഹൃദയത്തിൽ ഇവയോടാണ് അഭിനിവേശം. അല്ലാഹുവിനേക്കാൾ മനുഷ്യ ഹൃദയങ്ങളിൽ, ബഹുഭൂരിപക്ഷത്തിന്റെ ഹൃദയങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങളോടാണ് അഭിനിവേശം. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അതിശ്രേഷ്ഠമായ കഅബ തവാഫ് ഇങ്ങനെ ചെയ്യുക. കഅബ തവാഫ് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഒരു പാവപ്പെട്ട സ്ത്രീ നമ്മുടെ ഒരു പണ്ഡിത സുഹൃത്തിനോട് ചോദിക്കാണ്, വിളിച്ചു നിർത്തിയിട്ട്, മോനെ, ഈ മക്കയിൽ എവിടെയാണടാ ബാഫക്ക് തങ്ങളുടെ ഖബറ്? ചെയ്യുന്ന കർമ്മം എന്താ? പരിശുദ്ധമായ ഹജ്ജ്. ഹജ്ജിലെ വളരെ പ്രധാനമായ ശ്രദ്ധേയമായ പരിശുദ്ധമായ കഅബ, മനുഷ്യന്റെ ഹൃദയവും അവന്റെ ശരീരവും ഒന്നിച്ച് അള്ളാഹുവിൽ ലയിച്ചു ചേരേണ്ട, അങ്ങനെ പദപ്രയോഗം നടത്താമെങ്കിൽ
അങ്ങനെ ആയിരിക്കേണ്ട അതിനോട് അഭിനിവേശവും താല്പര്യവും പ്രകടിപ്പിച്ച് അള്ളാഹുവിനോട് സങ്കടപ്പെടേണ്ട സമയത്തും ആ സ്ത്രീയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അപ്പോൾ നിൽക്കുന്നത് തങ്ങൾപ്പാപ്പാടെ ഖബറാണ്. ഉശ്രിബു ഫി ഖുലൂബിഹിമുൽ ഖബർ കമാ ഉശ്രിബൽ ഉജ്ലു ഫി ഖൽബി ഖുലൂബി ബനി ഇസ്രായേൽ. ഏതൊരു പുസ്തകത്തിൽ വായിക്കപ്പെട്ടത് തോന്നുകയാണ്. മനുഷ്യ മനസ്സുകളിൽ ബനൂ ഇസ്രായേലുകളുടെ ഹൃദയത്തിൽ ആ മൂരിക്കുട്ടി കുടിപ്പിക്കപ്പെട്ടതുപോലെ, ആ മൂരിക്കുട്ടിയോട് അവർക്ക് അഭിനിവേശം തോന്നിയതുപോലെ മനുഷ്യ ഹൃദയങ്ങളിൽ ജാറങ്ങളോട് അഭിനിവേശമാണ് കുടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ബലമായി പിടിച്ചു പറിച്ചാലും പോരാൻ സാധ്യമല്ലാതെ അവിടെ തന്നെ കിടന്ന് കഴിയുവാനും അതിൽ തന്നെ മരച്ചു വീഴുവാനും ആഗ്രഹിക്കുന്നവരാണ് അധിക ആളുകളും. എന്നിട്ട് അള്ളാഹുവിന് പുറമെ ഇലാഹില്ല എന്നോ? ഇലാഹുണ്ട്. ലാ ഇലാഹില്ല ബാഹ്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ജാറങ്ങളുടെ മുകളിലും മൂടുന്ന പച്ച പുതപ്പിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനോഹരമായി ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലയോട് ചെയ്യുന്ന കടുത്ത വിരോധമാണ്. ഇത് മുസ്ലിം സമുദായത്തിലല്ലാതെ കാണുക സാധ്യമല്ല. ക്രിസ്തീയ സമുദായത്തിൽ അതുണ്ടാവില്ല, മറ്റ് സമുദായത്തിലുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതിയ ഉല്ലേഖനം ചെയ്ത വിരിപ്പ് മേലയിട്ട ആ ജാറത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളും തവക്കലുകളും സമർപ്പിക്കപ്പെടുന്നത്. ഹൃദയത്തിന്റെ വികാരങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളുടെ ജാറത്തിലാണ്. മഹാനായ ഇമാം ശൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആ മരണപ്പെട്ടു പോയ ആളുകളോട് ഈ ആളുകൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു സാമാന്യ മര്യാദ എന്ന് വിചാരിച്ചിട്ട് യദ്ഉനഹും താറത്തൻ മഅല്ലാഹ്, ചിലപ്പോൾ അള്ളാഹുവിന്റെ കൂടെയാണ് വിളിക്കുന്നത്. അള്ളാഹിനെ ഒഴിവാക്കണില്ല, അള്ളാഹു ഉണ്ട്. അള്ളാഹ് ഷെയ്ഖേ, പണ്ട് നമ്മുടെ NP അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ട്, അത് ശരിയാണ്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരു ദിക്റിൽ 125 പ്രാവശ്യം അള്ളാഹ് ഷെയ്ഖേ എന്ന് പറയണം. അള്ളാഹു തുടർന്ന് അതേ അർത്ഥത്തിൽ നാണയത്തിൽ ഷെയ്ഖേ എന്ന്. അത് ഒറ്റപ്പേരല്ല, അള്ളാഹു ഷെയ്ഖും കൂടി ഒരു ശക്തിയല്ല. അള്ളാഹു വേറെ ഷെയ്ഖ് വേറെ. അപ്പൊ വിളിക്കുന്നത് അള്ളാഹ് ഷെയ്ഖ് എന്ന്. അതായി ഇമാം ശൗക്കാനി പറഞ്ഞു. ചിലപ്പോൾ ഒരു സാമാന്യ മര്യാദ ഉണ്ടാവുമല്ലോ, പടച്ചവനെ പറ്റേണ്ട വിടരുത്. അങ്ങനെയുള്ള അവരിലെ മിതവാദികളായ ആളുകൾ വിളിക്കുന്നത് അള്ളാഹ് ഷെയ്ഖ് എന്നാണ്. അള്ളാഹുവിന്റെ കൂടെ ഔലിയാക്കളെ വിളിക്കുന്നു. വതാറത്തൻ എന്ന മറ്റു ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റു ചിലർ യദ്ഉനഹും, അവരെ മാത്രം വിളിക്കുകയാണ്. അള്ളാഹുവിനെ കൂടാതെ ഇസ്തിഖ്ലാൽ, സ്വതന്ത്രമായിട്ട് മഹാന്മാരായ ആളുകളെ മാത്രം ഷെയ്ഖേ, വലിയേ, പ്രവാചക, മലക്കേ, ജിന്നെ തുടങ്ങിയിട്ടുള്ള സകല ആളുകളെയും വിളിക്കുകയാണ്. അള്ളാഹുവിനെ പുറമെ വിളിക്കുകയാണ്. അള്ളാഹുവിനെ കൂട്ടുന്നില്ല, നേരിട്ടവരെയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇമാം ശൗക്കാനി പറയാണ്, വയസ്റഹൂന ബി അസ്മാഇഹിം, അവരുടെ ശബ്ദങ്ങളാണ് മുഴക്കപ്പെടുന്നത്, ഉദ്ഘോഷിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ, അവന്റെ നാമം ഉദ്ഘോഷിക്കുവാൻ, അവനെ പ്രകീർത്തിക്കുവാൻ, അവന്റെ വേദഗ്രന്ഥം ചെയ്യുവാൻ, അവന് വേണ്ടി നമസ്കരിക്കുവാൻ, അതിനു വേണ്ടി മാത്രമായി മഹൽ ഇബാദത്തിനായി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട അള്ളാഹുവിന്റെ ഭവനങ്ങളും അവന്റെ കേന്ദ്രങ്ങളുമായ പള്ളിയിൽ നിന്ന് പോലും ഈ മഹാന്മാരായ ആളുകളുടെ ശബ്ദങ്ങളാണ്, പേരുകളാണ് അത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കപ്പെടുന്നത്. യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പള്ളികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല പല പേരും കേൾക്കും. നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കേൾക്കുന്ന പേരതാണ് വയസ്റഹൂന ബി അസ്മാഇഹിം. അതാണ് ഇമാം ശൗക്കാനി പറഞ്ഞത്. അവർ ഈ മഹാന്മാരായ ആളുകളുടെ പേരുകൾ അത്യുച്ചത്തിൽ പറയുകയാണ്. പോരാ, വയുഅള്ളിമൂനഹും തഅലീമ മൻ യംലികുൽ ദുർറ വന്നഫ്ആ, സാക്ഷാൽ മനുഷ്യന് ഉപകാരവും ഉപദ്രവവും ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്യാൻ അർഹതയുള്ള, ചെയ്യാൻ കഴിവുള്ള സർവശക്തനായ അള്ളാഹുവിനെ ആദരിക്കുന്ന അതേ നാണയത്തിലും അതേ അർത്ഥത്തിലും മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളെ, ഔലിയാക്കൾ എന്ന് പറയുന്നവരെ, ശുഫാക്കൾ എന്ന് പറയുന്നവരെ ഇവർ ആരാധിക്കുകയും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. പോരാ, വയഖ്ളഊന ലഹും ഖുദൂഅൻ സായിദൻ അലാ ഖുദൂഇഹിം ഇൻദ വഖൂഫിഹിം ബൈന യദൈ റബ്ബിഹിം അസ്സ വജല്ല ഫി സ്വലാത്തി. അവർ നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സന്നിധിയിൽ മുനാജാത്തിനായിട്ട് നിൽക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഭക്തി പരവശത ഈ ജാറങ്ങളുടെ അരികിൽ ചെല്ലുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നു എന്ന് മഹാനായ ഇമാം ശൗക്കാനി പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹാദാ ഇദാ ലം യകുൻ ശിർക്കൻ, ഇത് ശിർക്കല്ല എങ്കിൽ. ഇപ്പോൾ ഇവിടെ അള്ളാഹു അല്ലാത്ത ആ ആളുകളെ പറ്റി അള്ളാഹു ആണെന്നോ ഇലാഹാണെന്നോ സമദിയത്തുണ്ടെന്നോ വുജൂദിലും ഖുദ്റത്തിലും ഹിക്മത്തിലും അവർ അള്ളാഹുവിനെ പോലെ തന്നെയാണോ എന്നോ വിശ്വസിക്കുന്നവരല്ലവർ. അള്ളാഹുവിന്റെയും ഇവരുടെയും ഇടയിലുള്ള മധ്യവർത്തികളും അടയാളന്മാരുമാണ് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇമാം ശൗക്കാനി പറയാണ്, വഹാദാ, ഈ സംഗതി ഇദാ ലം യകുൻ ശിർക്കൻ, ഇത് ശിർക്കല്ല എങ്കിൽ, ഇത് ബഹുദൈവ ആരാധന അല്ല എങ്കിൽ,
ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവാചകന്മാർ എതിർത്ത അതിരൂക്ഷമായ അപകടകരമായ നരകാഗ്നിയിൽ മനുഷ്യനെ ശാശ്വതമായി കിടത്തുന്ന ശിർക്കല്ല എങ്കിൽ ഫലാ നദിരി, പിന്നെ നമുക്കറിഞ്ഞുകൂടാ. ലാ നദിരി ഐ ഉലമായി, പിന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അറിഞ്ഞുകൂടാ മാഹുവ ശിർക്കു, പിന്നെ എന്താണ് ഈ അല്ലാഹു തആല പഠിപ്പിച്ച ശിർക്ക്. ഇത് ശിർക്കല്ല എങ്കിൽ ഈ ജാറത്തിന്റെ ഒക്കെ അരികിൽ ചെന്ന്, മക്കാമിന്റെ ഒക്കെ അരികിൽ ചെന്ന്, ദർഗയുടെ ഒക്കെ അരികിൽ ചെന്ന്, പ്രതിമകളുടെയും പ്രതിഷ്ഠകളുടെയും ഒക്കെ അരികിൽ ചെന്ന്, കുരിശിന്റെയും ഒക്കെ അരികിൽ ചെന്ന് ഇപ്രകാരം ഹൃദയപൂർവ്വം മനസ്സറിഞ്ഞുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും കണ്ണുനീരൊലിപ്പിക്കുന്നതും സാഷ്ടാംഗം ചെയ്യുന്നതും ഇതൊക്കെ ശിർക്കല്ലെങ്കിൽ പിന്നെ ഇസ്ലാം പഠിപ്പിച്ച ശിർക്ക് എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. വഹാദാ ഇദാ ലം യകുൻ കുഫ്റുൻ, ഇത് സത്യനിഷേധമല്ലെങ്കിൽ ഫലൈസ ഫിദ്ദുനിയ കുഫ്റുൻ, എന്നാ പിന്നെ ലോകത്ത് വേറെ കുഫറില്ല. ഇതാണ് സാക്ഷാൽ കുഫർ, ഇതാണ് സാക്ഷാൽ ശിർക്ക് എന്ന് മഹാനായ ഇമാം ശൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഈ ഒരു മാനസിക അവസ്ഥയില്ലാതെ ജാറത്തിലേക്കും മക്കാമിലേക്കും ദർഗയിലേക്കും കുരിശിന്റെ അരികിലേക്കും വിഗ്രഹങ്ങളുടെ അരികിലേക്കും പോകുന്ന ഒരൊറ്റ മനുഷ്യരെയും കാണുക സാധ്യമല്ല. അള്ളാഹുവിന്റെ സാക്ഷാൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനേക്കാൾ ഭക്തി പരവശത അവർ സമർപ്പിക്കുന്നുണ്ട്. നമുക്കത് നേർക്ക് നേരെ കാണാൻ പറ്റും. എന്നിട്ട് അതൊക്കെ തൗഹീദ്, അതിനൊന്നും കുഴപ്പമില്ല, അതൊന്നും വിരോധിക്കപ്പെട്ട കാര്യമല്ല, അതൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാവുകയില്ല എന്ന വിശ്വാസം. സഹോദരങ്ങളെ, അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അതാണ് ഏറ്റവും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ എളുപ്പം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. അപ്പോൾ ആരാധനയായ ഒരു സംഗതി അത് സമർപ്പിക്കപ്പെടാൻ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊരു ബാധ്യത വരികയാണ്. ഏതൊക്കെയാണ് ആരാധന? ആരാധനക്കർഹൻ അല്ലാഹു ആണല്ലോ, അത് അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റില്ലല്ലോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണല്ലോ. അപ്പോൾ ഏതാണ് ആരാധന? നാം തുടക്കത്തിൽ പറഞ്ഞു, എല്ലാ കർമ്മങ്ങളെയും ആരാധനയാക്കി മാറ്റുന്ന, സ്വതന്ത്രമായി തന്നെ ആരാധനയായി അള്ളാഹും പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള ഒരാരാധനയുണ്ട്. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിനതു മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. നുഅ്മാൻ ബിൻ ബഷീർ എന്ന സഹാബി പറയാണ്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നദ്ദുആ ഹുവൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും പ്രാർത്ഥന അതാണ് ആരാധന, അതാണ് ആരാധനയുടെ മജ്ജ. ഏതൊരു കർമ്മത്തെയും ആരാധനയാക്കി മാറ്റുന്നത് അതിൽ പ്രാർത്ഥന അടങ്ങിയത് കൊണ്ടാണ്. സുമ്മത്തല, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അതിന് ഉപോത്ബലകമായി വിശുദ്ധ ഖുർആനിലെ ആയത്തോതുകയാണ്. മഹാനായ പ്രവാചകൻ, സർവരാലും അംഗീകരിക്കപ്പെടുന്ന ആദരണീയനായ വ്യക്തിത്വം, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ സംശയം കൂടാതെ അത് ഏറ്റെടുക്കുന്ന മഹാനായ പ്രവാചകന്റെ സഹാബിമാരോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ആശയം അള്ളാഹു കൂടി അംഗീകരിച്ചതാണ് എന്ന് ഒന്നുകൂടി ആയത്തോതി ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ ഓതിയത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അറിയിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ അഹങ്കരിക്കുന്നവൻ. ശ്രദ്ധിക്കണം, തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആ ആശയത്തെപ്പറ്റി എന്നാൽ എന്നോട് ആരെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ എന്ന് പറയേണ്ടുന്നതിന് പകരം എന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ആരെങ്കിലും കിബർ നടിച്ചാൽ, അഹങ്കരിച്ചാൽ, വിസമ്മതിച്ചാൽ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ദുആ എന്ന പദത്തെ സംബന്ധിച്ചാണ് ആയത്തിന്റെ അവസാനത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു തആല തന്നെ ഇതാ സമ്മതിക്കുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ,
പ്രാർത്ഥനയാണ് ആരാധന. അള്ളാഹു കൂടി പറയുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന ആരാധനയാണ് എന്ന് വളരെ വ്യക്തമാണ്. പ്രാർത്ഥനയേക്കാൾ അതിഗംഭീരമായ ഒരു ആരാധന ഒരു അടിമക്ക് നിർവഹിക്കുവാനുള്ള പ്രാർത്ഥനക്ക് അർഹൻ അള്ളാഹുവാണ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. കാരണം പ്രാർത്ഥന ആരാധനയാണ്. ഇന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കപ്പെടുന്ന സകല ആരാധനകളും ബഹുഭൂരിപക്ഷവും പ്രാർത്ഥനയാണ്. നേർച്ച പോകുന്നുണ്ട്, പക്ഷെ നേർച്ചയുടെ പിന്നിലും പ്രാർത്ഥനയുണ്ട്. ഇവിടെ അള്ളാഹു അല്ലാത്ത സർവശക്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലാഹാണെന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഏത് കല്ലിനോടും മുള്ളിനോടും വിഗ്രഹത്തോടും പ്രതിമയോടും പ്രതിഷ്ഠയോടും വലിയനോടും പ്രവാചകനോടും മലക്കിനോടും ജിന്നിനോടും ഒക്കെ ആകാം. പക്ഷേ അവ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. വേണമെങ്കിൽ സൂക്ഷ്മതക്ക് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ല, കേവലം സഹായം തേട്ടം മാത്രമാണ് എന്ന് കരുതിയാൽ മതി. അങ്ങനെയാണ് പറയുന്നത്. നല്ല മഹളായ കള്ള് കുടിക്കുക, ഷുർബ, എന്നിട്ട് ആ കുടിക്കുന്ന സമയത്ത് ഇത് നല്ല മുന്തിരി ജ്യൂസാണ് എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് കൊണ്ട് കർമ്മത്തെ മാറ്റാം എന്ന തെറ്റായ ഒരു ധാരണ അതിവിടെയല്ല. അത് അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച കർമ്മങ്ങളിലാണ്, ആരാധനയിലാണ്. നിയ്യത്ത് കൊണ്ട് അതിന്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അള്ളാഹും അവന്റെ പ്രവാചകനും എതിർത്തൊരു കാര്യം നിയ്യത്ത് കൊണ്ട് ന്യായീകരിക്കാൻ സാധ്യമല്ല. കല്ല് കുടിക്കുന്ന വ്യക്തി, മുന്തിരിക്കല്ല് കുടിക്കുന്ന വ്യക്തി മുന്തിരിക്കല്ല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുന്തിരി ജ്യൂസാണ് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിക്ക് പുറമെ അഊദു കൂടി ചൊല്ലി കുടിച്ചാലും അനുവദിക്കപ്പെടുന്ന കാര്യമാകുന്നില്ല. അതുകൊണ്ട് ഇലാഹാണെന്ന് വിശ്വസിച്ചാലും അല്ലെങ്കിലും പ്രാർത്ഥനയാണ് എന്ന വാക്ക് പറയാൻ മടിച്ചാലും ഇല്ലെങ്കിലും അത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഇബാദത്താണ്, മഹ്ലായ ഇബാദത്താണ്. അതിനേക്കാൾ ഗംഭീരമായ മറ്റൊരു ഇബാദത്ത് പറയാനില്ല. അള്ളാഹിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തല്ലേ, ആ ചിന്തയേക്കാൾ ഞാൻ പറയുന്നു, ആ ചിന്തയേക്കാൾ ഹൃദയപൂർവമായ ചിന്ത അള്ളാഹു അല്ലാത്തവർ വിളിക്കുമ്പോഴാണ്. കാരണം ഒരു തെറ്റായ ധാരണ ഉണ്ട്, അള്ളാഹുവിന് അറബി ഭാഷ മാത്രമേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് അറബി പ്രാർത്ഥന മാത്രമേ പല ആളുകളും പടച്ചവനോട് പറയാറുള്ളൂ. മലയാളത്തിലൊക്കെ മഹാന്മാരോടാണ്, മൊഹീദ്ദീൻ ഷെയ്ഖിനോട്, റിഫായി ഷെയ്ഖിനോട്, ബദരീങ്ങളോട്, മമ്പർത്ത തങ്ങളോട്. കാരണം മലയാളം സുലഭമായിട്ട് അവർക്കാണ് അറിയാവുന്ന ധാരണ. അള്ളാഹുവാണ് സകല ഭാഷയുടെയും ഉപജ്ഞാതാവെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഷയും അറിയുന്നവൻ അവനാണ്. അല്ല, ആത്യന്തിക ഭാഷയായ ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നവൻ അള്ളാഹുവാണ്. അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഉറപ്പ്, യഖീൻ തീർച്ചയായും അവരോട് പ്രാർത്ഥിക്കുമ്പോഴുണ്ട്. വിളിക്കാണ്. എന്താ വിളി? യാ സയ്യിദി സനദി غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير غرلي وخذ بيدي مدى مددي خليفة الله فينا محي الدين. സി പി മുസ്ലിം ഇവിടെ ഇരിക്കുന്നുണ്ട്. കൊട്ടപ്പദം പ്രതിവാദത്തിൽ യുദ്ധത്തിനിറങ്ങുക മുഅ്മിനുകളും മുശ്രിക്കുകളും കൂടി. അപ്പൊ മുശ്രിക്കുകളായ ആളുകളുടെ പ്രാർത്ഥനയാണിത്. യാ സയ്യിദി, എന്റെ നേതാവായിട്ടുള്ളവരെ, സനദി, എന്റെ അവലംബമേ, ഗൗസി, എന്റെ ശരണമേ, വയാ മദദി, എന്നെ സഹായിക്കുന്നവരെ. നല്ലോണം ആശയം പറയും. ആ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിയും. അപ്പൊ ഹൃദയസ്പർക്കാവോ നോക്കിയും, മനസ്സിൽ തട്ടുന്നുണ്ടോ നോക്കിയും. തീർച്ചയായും അറബി ഭാഷയുടെ അർത്ഥം അറിയുന്ന ആളുകൾ അത് ചൊല്ലിയപ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവം മനസ്സറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. യാ സയ്യിദി, എന്റെ നേതാവായിട്ടുള്ളവരെ, സനദി, എന്റെ അവലംബമേ, ഔസി, എന്റെ ശരണമേ, വയാ മദദി, എന്റെ സഹായമേ, കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. പടച്ചവനെ, ഞങ്ങളും ആ അപ്പോഴത്തെ ഭാഷ ഞാൻ പറയാണ്, മുജാഹിദുകളും തമ്മിൽ സംഘട്ടനത്തിനിറങ്ങാണ്, യുദ്ധത്തിനിറങ്ങാണ്, മുഖാമുഖത്തിനിറങ്ങുകയാണ്, വാദപ്രതിവാദത്തിനിറങ്ങുകയാണ്. ശത്രുക്കളായ മുജാഹിദുകൾക്കിടയിൽ ഞങ്ങളെ നിങ്ങൾ കനിഞ്ഞരുളണമേ, സഹായിക്കണമേ. എന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവരെ, ഈ സംഘട്ടനത്തിൽ, ഈ മുഖാമുഖത്തിൽ, ഈ വാദപ്രതിവാദത്തിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് അപമാനമാണ്. ആ അപമാനത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖേ, ഞങ്ങളുടെ കൈ പിടിച്ച് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന ഹൃദയം നൊന്ത പ്രാർത്ഥന കൊട്ടപ്പുറത്ത് മാത്രമല്ല, ജീവിതത്തിലുടനീളം ആവർത്തിക്കുന്നവർ അത് ഹൃദയപൂർവമല്ല, അത് ഇബാദത്തല്ല എന്നെങ്ങനെ പറയും സഹോദരങ്ങളെ?
അത്ര വികാര ത്തോടുകൂടി, അത്ര ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ട്, അത്ര മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവോടും അവർ പ്രാർത്ഥിച്ചു കാണില്ല. ഈ അടുത്ത നിഗമനം, ഈ അടുത്ത കാലത്തെ കണ്ടുപിടുത്തം, 6 മാസങ്ങൾക്കുള്ളിലുള്ള കണ്ടുപിടുത്തം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും അനുയോജ്യമായത് അവരോട് പ്രാർത്ഥിക്കലാണെന്ന്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണെന്ന്. മറ്റതിന് ഗ്യാരണ്ടിയില്ല, ഉറപ്പില്ല. താടി വെച്ച പുരോഹിതന്മാരുടെ മതത്തിന്റെ സ്വഭാവം അണിഞ്ഞിട്ടുള്ള ആളുകൾ പറയാണ്, അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നതൊന്ന് അത്ര ഗ്യാരണ്ടിയില്ല. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് മീനായിൽ തീപിടുത്തമുണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താതിരുന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ എവിടെയാണ് സമുദായം നിൽക്കുന്നത്? എത്രമാത്രം അപകടത്തിലാണ് പെട്ടുപോയിട്ടുള്ളത്? ഓർമ്മ വരുന്നില്ലേ സഹോദരങ്ങളെ? ഞാൻ അതിനേക്കാൾ ഹൃദയസ്പർക്കായ കാര്യമുണ്ട്. ഇതിനേക്കാൾ ഒരു നിർണായകമായ ഘട്ടമുണ്ടോ? യുദ്ധത്തിനിറങ്ങുക, സുന്നി മുജാഹിദും വാദപ്രതിവാദത്തിനിറങ്ങുക, അവിടെ പരാജയപ്പെടുക, ആ പരാജയപ്പെടുത്തലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. മക്കായിലെ മുശ്രിക്കുകൾ, ഇവർക്കൊക്കെ നേതൃത്വം കൊടുക്കാവുന്ന അത്ര ശിർക്കുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദൊക്കെ. അവർ ബദർ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ പരിശുദ്ധമായ കഅബയുടെ സിത്ർ പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചത്, മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ ബദർ ഖിസ്സപ്പാട്ടിൽ പറയുന്നുണ്ട്, ചരിത്രത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. ശരിയാണത്. എന്താ പ്രാർത്ഥിച്ചത്? അബൂജഹൽ പ്രാർത്ഥിച്ചത്, ഷൈബത്തും ഉത്ബത്തും പ്രാർത്ഥിച്ചത്, പ്രവാചകന്റെ എതിരാളികളും ശത്രുക്കളുമായിട്ടുള്ള ബദർ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് കാരണമായിട്ടുള്ള തലമൂത്ത എന്നാ ഞാൻ പറയുന്നത് മുശ്രിക്കുകളായ ആളുകൾ പോലും നിർണായകമായ ഘട്ടത്തിൽ അവരവരുടെ പ്രകൃതിയിലേക്ക്, ശുദ്ധമായ പ്രകൃതിയിലേക്ക് തിരിച്ചു വരികയാണ്. പരിശുദ്ധമായ കഅബയുടെ അരികിൽ വന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന തവാഫ് ചെയ്ത് ആ പരിശുദ്ധമായ കഅബയുടെ വിരി പിടിച്ചുകൊണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായന ഹഖോട് ബാത്തിൽ രണ്ടിൻ ഇടയൈ തീരുത്തരുളിട് നീന്തദിനം തനിലെ നമതിരുഭാഗം നിൽക്കുവതിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തീരുത്ത് ഹലാസുയത്താക്കിട് നീ പരനേ. ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തിനോടല്ല, ഹുബിലിനോടല്ല, ഇബ്രാഹിം നബിയോടല്ല, ഇസ്മായിൽ നബിയോടല്ല, പരിശുദ്ധമായ അതിപുരാതനമായ പവിത്രമായ കഅബാലയത്തിന്റെ നാഥനോടാണ് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത്. അവിടം വിട്ട് അന്നത്തെ അബൂജഹലിനേക്കാൾ അധപ്പതനമാണ് ഇന്നത്തെ അബൂബക്കർ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അബൂജഹലിന്റെ വിശ്വാസം പോലും അബൂബക്കറിന് ഇല്ലാതെ പോവുകയാണ് സഹോദരങ്ങളെ. അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട ആരാധനകളുടെ സകലമാന ഭാഗങ്ങളും അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ ഹൃദയസ്പർക്കായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുകയാണ്, വിശ്വസിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ ആശയം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിശക്തമായ കൊടുങ്കാറ്റോടുകൂടി ആഞ്ഞു വീശാൻ പോവുകയാണ്. പതറാൻ പാടില്ല. എനിക്കൊറ്റക്കാര്യം അവസാനമായിട്ട്, ഒരു മുടിരോമത്തിന്റെ മുമ്പിൽ നമ്മൾ പതറി നിൽക്കരുത്. ഇസ്ലാഹി പ്രസ്ഥാനം പരാജയപ്പെടരുത്. കേവലം ഒരു രോമം മാത്രമാണ്. ആരുടേതാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, എന്ന് കിട്ടിയതാണെന്നറിയില്ല. അത്തരം അജ്ഞാതമായ ഒരു മുടിരോമത്തിന്റെ മുമ്പിൽ ആദർശനിഷ്ഠയുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ ചൂളാൻ പാടില്ല. നല്ല രംഗമാണ്, നല്ല സാഹചര്യമാണ്, ഉപയോഗപ്പെടുത്താൻ പറ്റിയ സമയമാണ്. അന്ധവിശ്വാസത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് ഉദാഹരണ സഹിതം ബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന നല്ല ഒരു ഉദാഹരണം കിട്ടിയിട്ട് അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് അബദ്ധമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ. ലോകത്തുള്ള മനുഷ്യരിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇவ்விധം അള്ളാഹുവിനോട് നന്ദി കെട്ടവരാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹദാതാവായ തമ്പുരാൻ, അവനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാതെ, അവനെ വിസ്മരിച്ചുകൊണ്ട്, അവനെ വിട്ടുകൊണ്ട്, അവന്റെ അനുഗ്രഹം സദാ ലഭിച്ചെങ്കിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഹതഭാഗ്യരും നിസ്സാരന്മാരും ഫക്കീറന്മാരുമായിട്ടുള്ള ആളുകളോട് പ്രാർത്ഥിക്കുവാനും നൊമ്പരപ്പെടാനും യാചിക്കാനൊക്കെ പോകുന്നതിനേക്കാൾ ബുദ്ധിശൂന്യത, നന്ദികേട് എന്താണുള്ളത്? നോക്കൂ, നിങ്ങൾ ലോകത്തറിയപ്പെട്ട സകല ഔലിയാക്കളും ഫക്കീർ എന്ന പേരില പലപ്പോഴും അറിയപ്പെടാം. ഫക്കീർ എന്ന അർത്ഥം എല്ലാവർക്കും അറിയാം. സാധു മനുഷ്യൻ, ഒന്നിനും കഴിയില്ല, ഒന്നും അറിയില്ല. ഈ ഷൊർണൂർ ഭാഗത്തൊരു സഹോദരൻ കൊല്ലപ്പെട്ട ഒരു ഫക്കീറുപ്പാപ്പ, അയാളെ കൊല്ലാൻ 20ഓളം വരുന്ന മുസ്ലിം സമുദായത്തിലെ തന്നെ ചെറുപ്പക്കാർ പ്ലാൻ ഇട്ടിട്ട്
ആ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അവിടെ ചെന്നിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ട് അതിനെ പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത പാപം ഫഖീർ, ആ ജാതി ആളുകളെയാണ് ആളുകൾ അവരുടെ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഫഖീറന്മാരാണ്. അവനെ അപേക്ഷിച്ച് നിങ്ങളൊക്കെ ദരിദ്രരാണ്, സാധുക്കളാണ്, പാവപ്പെട്ടവരാണ്. വല്ലാഹു ഹുവൽ ഗനി, അള്ളാഹു മാത്രമാണ് സമ്പന്നൻ, എല്ലാം ഒത്തിണങ്ങിയൻ, പരിപൂർണമായവൻ. അതുകൊണ്ട് അവനോട് തേടുക, അവനോട് ആവശ്യപ്പെടുക. അവനെ അവിടെ വിട്ടുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ദുർബലമായ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിൻ്റെ അപകടം നാം മനസ്സിലാക്കണം. ഐഹിക ലോകത്ത് അപകടമല്ല, ഐഹിക ലോകത്ത് മാത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ എവിടെ പോയിട്ട് അവർക്ക് സമാധാനിച്ചാൽ അവിടെ പോയിക്കോട്ടെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇത് ഐഹിക ലോകവുമായി ബന്ധപ്പെട്ടതല്ല, ഇത് പാരത്രിക ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനെതിരുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഷിർക്കാണ്. ഷിർക്ക് മാരകമായ തെറ്റാണ്, നമുക്കറിയാം. അതിൻ്റെ ഗുരുതരമായ അവസ്ഥയെ ഇനിയിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയമല്ല. ആ ഷിർക്കിലേക്ക് ജനങ്ങൾ പെട്ടുപോകുന്നത് നോക്കിയിരിക്കുവാനുള്ള